ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. 2025 ഓണം ബമ്പർ നറുക്കെടുപ്പിൽ 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം നേടിയ ഭാഗ്യവാൻ കൊച്ചിയിൽ തന്നെ ആയിരിക്കാമെന്നാണ് സൂചന. വൈറ്റിലയിലെ ഭഗവതി ഏജൻസി വിറ്റ TH577825 എന്ന ടിക്കറ്റിനാണ് ഈ വർഷത്തെ ബമ്പർ ലഭിച്ചത്. ടിക്കറ്റ് വിറ്റത് കൊച്ചി നെട്ടൂരിലെ ഏജന്റ് ലതീഷ് നെട്ടൂരാണ്. ഇത്തവണ ലതീഷ് 1000 ടിക്കറ്റുകളാണ് വിറ്റത്. അതിൽ 800 എണ്ണം വൈറ്റിലയിലെ ഏജൻസിയിൽ നിന്നാണ് വാങ്ങിയത്. ഭാഗ്യച്ചീട്ട് ആരാണ് സ്വന്തമാക്കിയതെന്ന വിവരം ഇപ്പോഴും വ്യക്തമല്ലെന്നും ആർക്കാണ് ടിക്കറ്റ് വിറ്റതെന്ന് ഒരു പിടിയുമില്ല എന്നും ലതീഷ് പറഞ്ഞു. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിന്റെ 20 സമാധാന നിർദ്ദേശങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് മോദിയുടെ പ്രതികരണം. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് നിർണായക പുരോഗതി കൈവരിച്ചതിൽ ട്രംപിന്റെ നേതൃത്വത്തെ സ്വാഗതം ചെയ്യുന്നതായി മോദി X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള ഹമാസിന്റെ തീരുമാനം സുപ്രധാന മുന്നേറ്റമാണെന്നും സുസ്ഥിരവും നീതിയുക്തവുമായ സമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നും മോദി വ്യക്തമാക്കി. വർക്കല ബീച്ചിൽ ഗ്രീസ് സ്വദേശിയായ റോബോട്ട് ക്രൂരമർദ്ദനത്തിന് ഇരയായി. ബീച്ചിൽ കുളിക്കാനിറങ്ങിയ റോബോട്ടിനെ വാട്ടർ സ്പോർട്സ് നടത്തുന്ന തൊഴിലാളികളാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം ബീച്ചിൽ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ റോബോട്ട് കടലിൽ കുളിക്കാനിറങ്ങുമ്പോഴായിരുന്നു സംഭവം. ഈ സമയത്ത് കടലിൽ ഇറങ്ങുന്നത് തടഞ്ഞ തൊഴിലാളികളുമായി വാക്കുതർക്കം ഉണ്ടായതിനെ തുടർന്ന് മർദ്ദനമുണ്ടായി. നാട്ടുകാർ ഇടപെട്ടതോടെ സംഘം പിന്മാറി. ടൂറിസം പോലീസ് പരിക്കേറ്റ റോബോട്ടിനെ വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കണ്ണിന് ഗുരുതരമായ പരിക്ക് പറ്റിയതായി റിപ്പോർട്ടുണ്ട്. തീവ്ര ചുഴലിക്കാറ്റായ ശക്തി വടക്ക് കിഴക്കൻ അറബിക്കടലിൽ തുടരുകയാണ്. തെക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ച ശേഷം കിഴക്ക് വടക്ക് ഭാഗത്തേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. 2 സംസ്ഥാനങ്ങൾക്ക് മുകളിലായി ഉത്തർപ്രദേശും ബീഹാറും ഉൾപ്പെടെ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. കേരളത്തിൽ ചുഴലിക്കാറ്റ് ഭീഷണിയില്ലെങ്കിലും ഇനി മുതൽ ഉച്ച കഴിഞ്ഞ് രാത്രിയോടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിനായുള്ള ഇന്ത്യൻ ഏകദിന ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ തുടർന്നപ്പോൾ മലയാളി താരം സഞ്ജു സാംസണിന് വീണ്ടും നിരാശ. KL രാഹുൽ മുഖ്യ വിക്കറ്റ് കീപ്പറായി. ധ്രുവ് ബാക്കറ്റ് കീപ്പറായി പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഋഷഭ് പന്തും ജഡേജയും ടീമിന് പുറത്താണ്. ഒക്ടോബർ 19, 23, 25 തീയതികളിൽ ഏകദിന പരമ്പര നടക്കും. സാഗ് ന്യൂസ് തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.